നോമ്പുകാലത്തിലെ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവാണ്. ഈശോയെ കുറച്ചുകൂടെ അടുത്തറിയാനും ഈശോയെ നന്നായിട്ട് സ്നേഹിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ വലിയൊരു സാന്നിധ്യം തിരിച്ചറിയാനും ഒക്കെയുള്ള വലിയ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊത്തിരി പരിചയക്കാരില്ലേ? നമുക്കൊത്തിരി നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ സംസാരിക്കുന്നവർ, നമ്മളെ കേട്ടിരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. നമുക്കറിയാലോ, നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ, നമുക്കൊരാളോടൊരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഉള്ള റിലേഷൻഷിപ്പ് അടുത്തൊരു ലെവലിലേക്കൊക്കെ ഉയർത്തണമെങ്കിൽ നമ്മൾ ആ ആളെ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും, ഇല്ലേ? നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം. നമുക്ക് കൂടുതൽ സ്നേഹിക്കണം എന്ന ആഗ്രഹം കൂടുന്തോറും നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരി ഇങ്ങനൊരു സ്വഭാവമുള്ള ആളാണ്, ഇങ്ങനെയാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇയാൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പറഞ്ഞു വരുന്നതേ, നോമ്പുകാലമല്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും സംസാരിക്കുന്ന ഈശോയോടാണല്ലോ. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു പരാതികളും വഴക്കുകളും എല്ലാം നമ്മൾ പറയുന്ന ആരോടാണ്? ഈശോയോടാണ്. വൈ ഡു വി ഡു ദാറ്റ്? നമ്മൾ എന്തുകൊണ്ടത് ഈശോയോട് പറയുന്നത്? നമുക്കറിയാം, ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഈശോയെയും വളരെയധികം സ്നേഹിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അറിയാനൊന്ന് പരിശ്രമിക്കുന്നുണ്ടോ? അവരെ കൂടുതൽ സ്നേഹിക്കുന്നതോറും കൂടുതൽ അറിയാൻ നമ്മളൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ, ഈശോയെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോയോട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ നമുക്ക് നന്നായിട്ട് അറിയുകയും കൂടെ ചെയ്യണം. ഈശോയുമായിട്ട് അത്രയും അടുത്തൊരു ബന്ധം, ക്ലോസ് റിലേഷൻഷിപ്പ് ഈശോയോട് നമുക്ക് ഉണ്ടായിരിക്കണം. എന്തിനാ ഇതെന്നറിയോ? നമ്മളിപ്പോൾ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചാൽ ഓക്കെ, എനിക്ക് ഈശോയെക്കുറിച്ച് അറിയാമല്ലോ, ബട്ട് ഹൗ വെൽ ഡു യു നോ അബൌട്ട് ജീസസ്? ഈശോയെക്കുറിച്ച് എന്തോരം അറിയാം ശരിക്കും? അതൊന്ന് ഇരുന്നൊന്ന് ധ്യാനിച്ച് നോക്കിയേ. ശരിക്കും ഈ നോമ്പുകാലത്ത് ആഴത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോയോടാണ് പറയുന്നത്, പക്ഷേ ഈശോയെപ്പറ്റി എനിക്ക് എന്തറിയാം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ, ആഴത്തിൽ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സുവിശേഷങ്ങൾ. ഈശോയെക്കുറിച്ച് ഏറ്റവും ബേസിക്കായിട്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഒപ്പം തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, പൗലോസ്ലീഹയുടെ എഴുത്തുകൾ, മറ്റ് ലേഖനങ്ങളൊക്കെ ഈശോയെക്കുറിച്ച്, ഈശോ എന്ന ഈ ദൈവത്തെക്കുറിച്ച്, ഈ വ്യക്തിത്വത്തെക്കുറിച്ച്, നമ്മുടെ സ്നേഹമായ, കരുണയായ, എല്ലാമായ ഈശോയെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ വായനകൾക്കപ്പുറം ഒരുപക്ഷെ പുതിയ നിയമം, പഴയ നിയമം, ബൈബിൾ മുഴുവനായിട്ട് വായിച്ചവരായിരിക്കാം, അത് പകർത്തി എഴുതിയവരായിരിക്കാം. ഈ ചോദ്യം റിമെയിൻ ചെയ്യാണ്. ഹൗ വെൽ ഡു യു നോ അബൌട്ട് ജീസസ്? ഈശോയെക്കുറിച്ച് ശരിക്കും നമുക്ക് എന്താ അറിയാം? ഈ ചോദ്യം പ്രസക്തമാണെന്ന് എപ്പോഴാണെന്നറിയോ? നമ്മുടെ മുമ്പിൽ ഒരാളിങ്ങനെ ഒരു സഹായം തേടി വരികയാണ്, ഒരു സ്പിരിച്വൽ സഹായം. നിങ്ങളീ സ്നേഹിക്കുന്ന ഈശോ, നിങ്ങളെ സഹായിക്കുന്ന ഈശോ, നിങ്ങൾ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ഈശോയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു താ എന്നും പറഞ്ഞ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ എന്താ പോയി പറയാൻ പോകുന്നത്? ഈശോ അവിടെ ജനിച്ചു, ഇവിടെ ജനിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഈശോ ഇതൊക്കെ പറഞ്ഞു. അതാണോ നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത്? അങ്ങനെ ഒരു അറിവ് നിങ്ങൾ കൊടുത്താൽ അയാൾക്ക് ഈശോയോടൊരു സ്നേഹം തോന്നുമോ? ആ കാര്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിച്ച് കണ്ടുപിടിക്കുന്നതാണ്, എനിക്ക് ഈശോയെക്കുറിച്ച് എന്തറിയാം. ഈ നോമ്പുകാലല്ലേ, ഒരു വലിയ ഹോംവർക്കായിട്ടിത്, ഇച്ചിരി നീളമുള്ളൊരു ഹോംവർക്ക്, കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന ഒരു ഹോംവർക്ക്, ഒരു പക്ഷേ നമുക്ക് ശരിക്കും ആയുസ് മുഴുവൻ എടുത്താലും തീരാത്തൊരു ഹോംവർക്കായിരിക്കാം. ഈശോയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞു വചനഭാഗം ഇതിൻ്റെ ഒരു ബേസായിട്ട് പറഞ്ഞു തരികയാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് പൗലോസ്ലീഹ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാച്ചി കുറുക്കി നമ്മുടെ കയ്യിലോട്ട് തരുന്ന വചനഭാഗമാണ്. ഫിലിപ്പി 2:5 മുതൽ 11 വരെ നിങ്ങളൊന്ന് വായിക്കാം. വായിച്ചിട്ട് ഇരുന്നൊന്ന് ധ്യാനിക്കുക. നിങ്ങൾ ഈ നോമ്പിൻ്റെ ഏത് ദിവസമാണ് ഇത് കേൾക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരിക്കും, ചിലപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത അതേ ദിവസം ആയിരിക്കില്ല എത്തുക. പക്ഷേ ഇതെന്ന് നിങ്ങൾ കാണുന്നോ, അന്ന് അല്പസമയം എടുത്തിട്ട് ഈ വചനഭാഗം ഫിലിപ്പി 2:5 മുതൽ 11 വരെ ഒന്ന് വായിക്കണം, ധ്യാനിക്കണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി ഈശോയെക്കുറിച്ച് അറിയുക, ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റിൽ അത്രയും ഒന്ന് ചെറിയതായിട്ട് ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഇത് നിങ്ങളുടെ അറിവ്, ഇല്ലെങ്കിൽ എൻ്റെ അറിവ്, ഈശോയെക്കുറിച്ച് നമുക്കുള്ള അറിവ് ചുമ്മാ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് വായിക്കുന്നവരിൽ ഒത്തിരി പേരുണ്ടാവും ഈശോയെക്കുറിച്ച് അറിവില്ലാത്തവർ. ചിലപ്പോൾ യാദൃച്ഛികം അവരുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു ടോക്കായിരിക്കാം. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈശോ, നമ്മൾ സ്നേഹിക്കുന്ന ഈശോ ആരാണ് നമുക്ക് പേഴ്സണലി, അത് നമ്മളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സുവിശേഷ പ്രഘോഷമാണ്, ഒരു സാക്ഷ്യം പ്രവർത്തനമാണ്. നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിനെ ഈ ഒരു സമയത്ത് എടുത്തൊന്ന് ചിന്തിക്കണം. ഹൗ വെൽ ഡു ഐ നോ അബൌട്ട് ജീസസ്? എനിക്ക് ഈശോയെക്കുറിച്ച് എന്തറിയാം? എല്ലാം അറിയാവുന്ന എൻ്റെ ഈശോ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, ആ ഈശോയെക്കുറിച്ച് എനിക്ക് എന്തറിയാം?
അതൊരു ഹോംവർക്കായിട്ട് ഏറ്റെടുത്തിട്ട് നന്നായിട്ടൊന്ന് വചനഭാഗം ഒന്ന് വായിക്കുക. ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഈശോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കുഞ്ഞറിവുകൾ, വലിയ അറിവുകൾ, ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് ഒതുക്കി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒത്തിരി ആളുകളോട് ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. കർത്താവിനെ കൂടുതൽ അടുത്തറിഞ്ഞ് അറിയുന്തോറും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. സ്നേഹിക്കുന്തോറും നമ്മൾ കൂടുതൽ അറിയുകയും ചെയ്യും. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.